8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്ന് പറയുന്ന പാഠഭാഗത്തെ ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ്സ് റിവൈൻഡിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, വാട്ട് ഹാപ്പൻഡ് വെൻ ദി നെറേറ്റർ ബിഗാൻ റീഡിങ് ദ മെഡിക്കൽ എൻസൈക്ലോപീഡിയ? ആ മെഡിക്കൽ എൻസൈക്ലോപീഡിയ വായിക്കാൻ തുടങ്ങിയ സമയത്ത് ആ നെറേറ്റർക്ക് എന്താണ് സംഭവിച്ചത് എന്നാണ് ചോദിക്കുന്നത്. എന്താ സംഭവിച്ചത്? When the narrator started reading the medical encyclopedia, he started thinking he had all the warning symptoms of every disease except housemaid's knee and became very scared about it. ഈ മെഡിക്കൽ എൻസൈക്ലോപീഡിയയിൽ തന്നിരിക്കുന്ന എല്ലാവിധ അസുഖങ്ങളുടെയും വാർണിംഗ് സിംറ്റംസ് അല്ലേ, അതിൻ്റെ ഒക്കെ ലക്ഷണങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടെന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ് അല്ലേ. ഹൗസ് മെയ്ഡ്സിനെ ഒഴികെയുള്ള ബാക്കി എല്ലാ രോഗങ്ങളും എനിക്കുണ്ടെന്ന് ചിന്തിക്കുകയും ദെൻ അതിനെക്കുറിച്ച് ആലോചിച്ച് അദ്ദേഹത്തിനാകെ പേടിയാവുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ നെറേറ്റേഴ്സ് വിസിറ്റ് ടു ദ ഡോക്ടർ ചേഞ്ച് ഹിസ് പെർസ്പെക്റ്റീവ് ഓൺ ലൈഫ്? ആ നെറേറ്റർ ഡോക്ടറെ പോയി വിസിറ്റ് ചെയ്തു അല്ലേ, ഡോക്ടറെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കാഴ്ച അല്ലെങ്കിൽ ആ ഒരു വിസിറ്റ് എങ്ങനെയാണ് ഈ നെറേറ്ററുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ മാറ്റം കൊണ്ടുവന്നത് എന്നാണ് ചോദിക്കുന്നത് അല്ലേ. സോ എങ്ങനെയായിരുന്നു? ദി ഡോക്ടർ ഡിഡിൻറ്റ് ടേക്ക് ദ നെറേറ്റേഴ്സ് കൺസേൺസ് സീരിയസ്ലി. ഡോക്ടർ എന്ത് ചെയ്തു? ഈ നെറേറ്ററുടെ ഈ കൺസേൺസ് ഒന്നും സീരിയസ് ആയിട്ട് എടുത്തില്ല അല്ലേ. ഇൻസ്റ്റെഡ് ഓഫ് പ്രിസ്ക്രൈബിംഗ് മെഡിസിൻ, ദി ഡോക്ടർ അഡ്വൈസ്ഡ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ടു ഹിം ആൻഡ് സജസ്റ്റഡ് ദാറ്റ് ഷുഡ് നോട്ട് ടു മച്ച് വറി അബൌട്ട് അൺനോൺ തിങ്സ്. ദെൻ അദ്ദേഹം മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന് പകരം ഡോക്ടർ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? അദ്ദേഹത്തിന് ഫോളോ ചെയ്യാനായിട്ടുള്ളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പറഞ്ഞു കൊടുത്തു അല്ലേ. ദെൻ അതുപോലെ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് അല്ലെങ്കിൽ മനസ്സിലാവാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് വെറീഡ് ആകരുത് എന്നും കൂടി അല്ലേ. ദിസ് ഹെൽപ്ഡ് ഹിം ഫീൽ ബെറ്റർ ആൻഡ് ലിവ് ഹാപ്പിലി. ഇത് അദ്ദേഹത്തെ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? നന്നായി ഫീൽ ചെയ്യാനും അതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് ജീവിക്കാനുമായിട്ട് ഈ ഡോക്ടറുടെ ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തു അല്ലേ. ആ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആസ്പെക്ട് ഓഫ് ദി നെറേറ്റേഴ്സ് ക്യാരക്ടർ ഈസ് റിവീൽഡ് ഇൻ ദി സ്റ്റോറി? ഈ സ്റ്റോറിയിലൂടെ നെറേറ്ററുടെ ഏത് ക്യാരക്ടറാണ്, ഏത് സ്വഭാവ സവിശേഷതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഏതാണ്? ദി നെറേറ്റർ ഈസ് ഓവർ ആങ്ഷ്യസ്, അതുപോലെ ഇമാജിനേറ്റീവ് ആൻഡ് വറീസ് ടു മച്ച് അബൌട്ട് ഹിസ് ഹെൽത്ത്. അദ്ദേഹം എങ്ങനെയുള്ള ആളാണെന്നാണ് ഇതിൽ കാണുന്നത്? ഭയങ്കര ഓവർ ആങ്ഷ്യസ് ആണ് അല്ലേ. പിന്നെ അതുപോലെ ഇമാജിനേറ്റീവ് ആണ്, അതുപോലെ തന്നെ ആരോഗ്യത്തെക്കുറിച്ച് സ്വന്തം ഹെൽത്തിനെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് വെറീഡ് ആക്കുന്ന ഒരു വ്യക്തിയും കൂടി ആയിട്ടാണ് നമുക്ക് ഈ സ്റ്റോറിയിൽ കാണാൻ കഴിയുന്നത്. ഈ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ നെറേറ്റേഴ്സ് എക്സ്പീരിയൻസ് ബ്രിങ് ഔട്ട് ദ റിസ്ക്സ് ഓഫ് സെൽഫ് ഡയഗ്നോസിസ് ആൻഡ് ദ ബെനിഫിറ്റ്സ് ഓഫ് ടേക്കിംഗ് മെഡിക്കൽ അഡ്വൈസ്? ഇവിടെ ഈ നെറേറ്ററുടെ എക്സ്പീരിയൻസിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് നമുക്ക് ഈ സെൽഫ് ഡയഗ്നോസിസിൻ്റെ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഈ സ്വയം അസുഖം നിർണ്ണയിക്കലേ, ഇവിടെ അദ്ദേഹം അങ്ങനെയാണല്ലോ ചെയ്യുന്നത് അല്ലേ. അദ്ദേഹം സ്വയം മനസ്സിലാക്കുകയാണ് അദ്ദേഹത്തിന് അസുഖങ്ങളൊക്കെ ഉണ്ട് എന്നല്ലേ. അപ്പോൾ ആ ഒരു സെൽഫ് ഡയഗ്നോസിസിൻ്റെ റിസ്കുകളും അതുപോലെ തന്നെ ഒരു മെഡിക്കൽ അഡ്വൈസ് എടുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ പോയി കണ്ട് ആ വിവരങ്ങൾ അന്വേഷിച്ച് അറിയുന്നതിൻ്റെ ബെനഫിറ്റ്സിനെയും കുറിച്ച് സ്റ്റോറിയിലെ നെറേറ്ററിൻ്റെ എക്സ്പീരിയൻസിൽ നമുക്ക് എന്താണ് ഇവിടെ പ്രകടമാകുന്നത് അല്ലെങ്കിൽ എന്താണ് ഇവിടെ നമുക്ക് ഈ രണ്ട് കാര്യത്തെക്കുറിച്ചും മനസ്സിലാകുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ എന്താ മനസ്സിലായിട്ടുള്ളത്? സെൽഫ് ഡയഗ്നോസിസ് ക്യാൻ ലീഡ് ഹിം പാനിക് ആൻഡ് റോങ് കൺക്ലൂഷൻ. ഇപ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ സെൽഫ് ഡയഗ്നോസിസ് അല്ലെങ്കിൽ സ്വയം രോഗം നിർണ്ണയിക്കുന്നതിലൂടെ നമ്മളെ എന്തിലേക്കാണ് നയിക്കുന്നത് എന്നാണ് പറയുന്നത്? നമ്മളെ പാനിക് ആക്കൂലേ. അത് എന്താ, നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആയി പോകും. അതുപോലെ തന്നെ ഒരു റോങ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക്, ഒരു നിഗമനത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് അല്ലേ. അതാണ് അവിടെ സംഭവിക്കുക. ബട്ട് പ്രോപ്പർ അഡ്വൈസ് ഫ്രം ദി ഡോക്ടർ ഹെൽപ്ഡ് ഹിം ക്ലാരിറ്റി ആൻഡ് ഹെൽപ്ഡ് ഹിം സ്റ്റേ ഹെൽത്തി. അതുപോലെ ഡോക്ടറുടെ അഡ്വൈസ് എടുത്തപ്പോൾ അല്ലേ, ഡോക്ടറെ പോയി കണ്ട സമയത്ത് അത് അദ്ദേഹത്തെ എന്തിനെ ഹെൽപ്പ് ചെയ്തു? ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി കിട്ടുന്നതിനും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതിനും അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഹാവ് യു ഹിയർഡ് ഓഫ് ദ സേയിങ് ഹെൽത്തി മൈൻഡ് ഇൻ എ ഹെൽത്തി ബോഡി? എന്താ, ഹെൽത്തി ബോഡിയിലാണ്, ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സുള്ളൂ എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഡു യു തിങ്ക് ഇറ്റ് മീൻസ് ഇൻ ദ ലൈറ്റ് ഓഫ് എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ്? ഇവിടെ എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്ന് പറയുന്ന ഈ പാഠഭാഗം ഉണ്ടല്ലോ, അതിൻ്റെയും കൂടി വെളിച്ചത്തിൽ
ഈ പറയുന്ന എന്ന് വെച്ചാൽ എന്താ, ആരോഗ്യമുള്ള ബോഡിയിലാണ് ആരോഗ്യമുള്ള മനസ്സുള്ളൂ എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ അർത്ഥം എന്തായിരിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് എഴുതുക. എന്താണ്? ദി സ്റ്റോറി ഷോസ് ആസ് ദാറ്റ് വി ഫീൽ ഹാപ്പി ഓൺലി വെൻ വി ഫീൽ അവർ ബോഡി ഈസ് ഹെൽത്തി. നമ്മുടെ ശരീരം ഹെൽത്തി ആണെങ്കിൽ മാത്രമേ നമുക്ക് ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഈ സ്റ്റോറിയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. The narrator felt so tensed when he misunderstood that he had all the diseases. ഇവിടെ നരേറ്റർ അദ്ദേഹത്തിന് എല്ലാവിധ അസുഖങ്ങളും ഉണ്ടെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആ സമയത്ത് അദ്ദേഹത്തിന് എന്ത് ഫീൽ ഉണ്ടായിരുന്നത്? ആകെ കൂടെ ടെൻഷൻ അടിച്ച് കൂടെ പേടിച്ചിട്ടൊക്കെയായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ബട്ട് വെൻ ഹി ഫോളോഡ് ഹെൽത്തി റുട്ടീൻ ഹി ഫെൽറ്റ് മോർ ബെറ്റർ ആൻഡ് ഹാപ്പി. അദ്ദേഹം പിന്നീട് ആ ഹെൽത്തി റുട്ടീനൊക്കെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതൊക്കെ ഫോളോ ചെയ്ത ടൈമിൽ അദ്ദേഹം പിന്നീട് എന്തായിട്ടുണ്ടായിരുന്നു? ഭയങ്കര ഹെൽത്തി ആയിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരവും ഹെൽത്തിയായി, അതുപോലെ അദ്ദേഹത്തിൻ്റെ മനസ്സും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി ആക്ടിവിറ്റീസ് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി, the events of the story have been jumbled. Rewrite them in the correct order. ഇവിടെ നമ്മുടെ ഈ സ്റ്റോറിയിൽ വരുന്ന ഇവൻറ്റ്സ്, ഓരോ സംഭവങ്ങളും ജംബിൾഡ് ഓർഡറായിട്ട്, തെറ്റിച്ച് ഓർഡറായിട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഓരോ ഇവൻറ്റ്സും വായിച്ച് നോക്കിയിട്ട് അതിനെ കറക്റ്റ് ഓർഡർ ആക്കിയിട്ട് താഴെ എഴുതി കൊടുക്കണം. അപ്പോൾ തന്നിരിക്കുന്ന ഇവൻറ്റ്സ് ഒക്കെ നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഫസ്റ്റ് വരുന്നത്, ഹി ഡിസൈഡ്സ് ടു കൺസൾട്ട് ഹിസ് ഡോക്ടർ ഫോർ ഹെൽപ്പ്. അദ്ദേഹം എന്ത് ചെയ്തു? ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ദെൻ നെക്സ്റ്റ് വരുന്നത്, ദി ഡോക്ടർ എക്സാമിൻസ് ഹിം ആൻഡ് ഗിവ്സ് ഹിം എ പ്രിസ്ക്രിപ്ഷൻ. ഡോക്ടർ അദ്ദേഹത്തെ പരിശോധിക്കുകയും ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുകയും ചെയ്തു. ദെൻ ദി കെമിസ്റ്റ് റീഡ്സ് ദ പ്രിസ്ക്രിപ്ഷൻ ആൻഡ് ഫൈൻഡ്സ് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. കെമിസ്റ്റ് എന്ത് ചെയ്യാണ്? പ്രിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കി. ദെൻ അദ്ദേഹത്തിന് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ദെൻ നെക്സ്റ്റ് വരുന്നത്, ജെറോം ടേക്സ് ദ പ്രിസ്ക്രിപ്ഷൻ ബാക്ക് ആൻഡ് റീഡ്സ് ഇറ്റ് ഫോർ ദി ഫസ്റ്റ് ടൈം. ജെറോം ആ പ്രിസ്ക്രിപ്ഷൻ തിരിച്ചു വാങ്ങി. എന്നിട്ട് എന്ത് ചെയ്യാണ്? ആദ്യമായിട്ട് ആ പ്രിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചു. ദ നെക്സ്റ്റ്, ജെറോം ലീവ്സ് ദ ഫാർമസി ഫീലിംഗ് ഹോപ്പ്ഫുൾ. ഫാർമസിയിൽ നിന്ന് ജെറോം ഭയങ്കര ഹോപ്പ്ഫുൾ ആയിട്ടില്ലേ, പ്രതീക്ഷയോടെ തിരിച്ചുപോയി. ദെൻ ജെറോം ഗോസ് ടു ദ ബ്രിട്ടീഷ് മ്യൂസിയം ടു ലേൺ മോർ എബൌട്ട് ആൻ ഇൽനസ്. ജെറോം ബ്രിട്ടീഷ് മ്യൂസിയത്തിലേക്ക് എന്തിനു വേണ്ടിയിട്ടാണ് പോയത്? ഒരു അസുഖത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. ദെൻ ഹി എക്സ്പ്രസസ് ഹിസ് ഫിയർ ടു ദ ഡോക്ടർ. ദെൻ അദ്ദേഹത്തിൻ്റെ പേടി അദ്ദേഹം എന്ത് ചെയ്യാണ്? ഡോക്ടറെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാണ് അല്ലേ, ഡോക്ടറോട് പറയാണ്. ദെൻ ജെറോം ടേക്സ് ദ പ്രിസ്ക്രിപ്ഷൻ ടു ദ ഫാർമസി. ജെറോം എന്ത് ചെയ്യാണ്? ആ പ്രിസ്ക്രിപ്ഷനും കൊണ്ട് ഫാർമസിയിലേക്ക് പോവുകയാണ്. Then there he reads the medical encyclopedia and believes he has all the illness mentioned in it. അവിടെ നിന്നും മെഡിക്കൽ എൻസൈക്ലോപീഡിയ അദ്ദേഹം വായിക്കുകയും ദെൻ അതിലുള്ള എല്ലാ അസുഖങ്ങളും തനിക്കുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്തു. ദെൻ നെക്സ്റ്റ് തന്നിരിക്കുന്നത്, ഇറ്റ് വാസ് സം കോമൺ സെൻസ് അഡ്വൈസ് ഓൺ പ്രോപ്പർ ഡയറ്റ് ആൻഡ് എക്സസൈസ്. അതിൽ തന്നിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? കുറച്ച് കോമൺ ആയിട്ടുള്ള കുറച്ച് അഡ്വൈസുകൾ അല്ലേ. എന്ന് വെച്ചാൽ എന്താ? പ്രോപ്പർ ഡയറ്റ്, എക്സസൈസ്, അതിനെയൊക്കെ കുറിച്ചായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ തന്നിട്ടുള്ള ഇവൻറ്റ്സുകൾ. അപ്പോൾ ഇതിൻ്റെ മീനിങ് കിട്ടിയപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ, എങ്ങനെയാണ് ഇത് ഓർഡർ ആക്കുന്നതെന്ന്. അപ്പോൾ എങ്ങനെയാണ് കറക്റ്റ് ഓർഡർ വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത്, ജെറോം ഗോസ് ടു ദ ബ്രിട്ടീഷ് മ്യൂസിയം ടു ലേൺ മോർ അബൌട്ട് ആൻ ഇൽനസ് അല്ലേ, ഒരു അസുഖത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് മ്യൂസിയത്തിലേക്ക് പോയി. ദെൻ സെക്കൻഡ് വരുന്നത്, there he reads the medical encyclopedia and believes he has all the illnesses mentioned in it. അതിൽ അവിടുന്ന് മെഡിക്കൽ എൻസൈക്ലോപീഡിയ വായിക്കുകയും അതിലുള്ള അസുഖങ്ങളൊക്കെ തനിക്കുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്തു. ദെൻ തേർഡ് വരുന്നത്, ഹി ഡിസൈഡ്സ് ടു കൺസൾട്ട് ഹിസ് ഡോക്ടർ ഫോർ ഹെൽപ്പ്. ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ തീരുമാനിച്ചു അല്ലേ. ദെൻ ഫോർത്ത് വരുന്നത്, ഹി എക്സ്പ്രസസ് ഹിസ് ഫിയർ ടു ദ ഡോക്ടർ. ഡോക്ടറോട് അദ്ദേഹത്തിൻ്റെ പേടി എന്താണെന്ന് പറഞ്ഞു. ദെൻ ഫിഫ്ത്ത് വരുന്നത്, ദി ഡോക്ടർ എക്സാമിൻസ് ഹിം ആൻഡ് ഗിവ്സ് ഹിം എ പ്രിസ്ക്രിപ്ഷൻ. ഡോക്ടർ അദ്ദേഹത്തെ പരിശോധിക്കുകയും പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുകയും ചെയ്തു. ദെൻ സിക്സ്ത് വരുന്നത്, ജെറോം ടേക്സ് ദ പ്രിസ്ക്രിപ്ഷൻ ടു ദ ഫാർമസി. ജെറോം എന്ത് ചെയ്തു? ആ പ്രിസ്ക്രിപ്ഷനും കൊണ്ട് ഫാർമസിയിലേക്ക് പോയി. ദെൻ സെവൻത്ത് വൺ, ദ കെമിസ്റ്റ് റീഡ്സ് ദ പ്രിസ്ക്രിപ്ഷൻ ആൻഡ് ഫൈൻഡ്സ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. കെമിസ്റ്റ് ഇത് വായിക്കുകയും അദ്ദേഹത്തിന് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയും ചെയ്തു. ദെൻ എയ്ത്ത് വൺ വരുന്നത്, ജെറോം ടേക്സ് ദ പ്രിസ്ക്രിപ്ഷൻ ബാക്ക് ആൻഡ് റീഡ്സ് ഇറ്റ് ഫോർ ദി ഫസ്റ്റ് ടൈം. ജെറോം അത് തിരിച്ചു വാങ്ങുകയും എന്നിട്ട് ആദ്യമായിട്ട് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ വായിക്കുകയും ചെയ്തു. ദെൻ നയൻത്ത് വരുന്നത്, ഇറ്റ് വാസ് സം കോമൺ സെൻസ് അഡ്വൈസ് ഓൺ പ്രോപ്പർ ഡയറ്റ് ആൻഡ് എക്സസൈസ്. അതിലുണ്ടായിരുന്നത് പ്രോപ്പറായിട്ടുള്ള ഡയറ്റും എക്സസൈസുകളൊക്കെ ആയിരുന്നു അല്ലേ. ഇനി 10th വൺ അല്ലെങ്കിൽ ലാസ്റ്റ് വൺ വരുന്നത് ഏതാണ്? ജെറോം ലീവ്സ് ദ ഫാർമസി ഫീലിംഗ് ഹോപ്പ്ഫുൾ.
ജെറോം എന്ത് ചെയ്യാണ്, പ്രതീക്ഷയോടെ ആ ഫാർമസിയിൽ നിന്ന് തിരിച്ചു പോവുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഓർഡർ. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ആ ഒരു സ്പേസിൽ ഇത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ബി ക്വസ്റ്റ്യൻ, ഡ്രാഫ്റ്റ് എ ഡീറ്റെയിൽഡ് നെറേറ്റീവ് യൂസിങ് ദ സെൻറ്റൻസസ് എബോവ്. ഈ മുകളിൽ തന്നിരിക്കുന്ന സെൻറ്റൻസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, ഈ മുകളിൽ കുറേ ഇവൻറ്റ്സ് തന്നല്ലോ അല്ലേ, അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളോട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നെറേറ്റീവ്, ഒരു കുറിപ്പ് പോലെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. യു മേ റീഫ്രേസ് ദം ആൻഡ് ആഡ് മോർ സെൻറ്റൻസസ്, ആഡ് സ്യൂട്ടബിൾ ലിങ്കേഴ്സ് ടു മേക്ക് ദ നെറേറ്റീവ് ഇൻട്രസ്റ്റിംഗ്. എന്താ, നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ സെൻറ്റൻസുകളൊക്കെ ആഡ് ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ലിങ്കേഴ്സൊക്കെ യൂസ് ചെയ്യുക അല്ലേ, ആൻഡ് ദെൻ അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വലുതാക്കി എഴുതാമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് മുകളിൽ തന്നിരിക്കുന്ന ആ ഇവൻസിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഇവൻസ് ആക്കി പോയിന്റ് ആക്കി എഴുതാതെ ഒരു കുറിപ്പ് പോലെ കുറച്ചും കൂടി സെൻറ്റൻസുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു മോഡൽ കൊടുക്കുന്നുണ്ട്, ഈ രീതിയിൽ എഴുതാം. One day, Jerome went to the British Museum to learn more about an illness he thought he had. ഒരു ദിവസം ജെറോം എന്ത് ചെയ്യാണ്, അവനുണ്ടെന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവന് ഉള്ള ഒരു അസുഖത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് അവന് ബ്രിട്ടീഷ് മ്യൂസിയത്തിലേക്ക് പോയി. ഹി ഫൗണ്ട് എ മെഡിക്കൽ എൻസൈക്ലോപീഡിയ ആൻഡ് സ്റ്റാർട്ടഡ് റീഡിങ് ഇറ്റ്. അവനൊരു മെഡിക്കൽ എൻസൈക്ലോപീഡിയ കണ്ടു, ദെൻ അത് വായിക്കാൻ തുടങ്ങി അല്ലേ. ആസ് ഹി റീഡ് ഹി ബിഗാൻ ടു ഫീൽ സ്കെയേർഡ്. അവൻ വായിച്ച് കൊണ്ടേയിരിക്കുന്ന സമയത്ത് അവൻ എന്ത് ചെയ്യാണ്, പേടി തോന്നുകയാണ് അല്ലേ. ഹി തോട്ട് ഹി ഹാഡ് ഓൾ ദ ഡിസീസസ് മെൻഷൻഡ് ഇൻ ഇറ്റ്. അവന് തോന്നുകയാണ് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ അസുഖങ്ങളും അവനുണ്ടെന്ന് അല്ലേ. ഹി ബിക്കേം വെറീഡ് ആൻഡ് ഡിസൈഡഡ് ടു വിസിറ്റ് ഹിസ് ഡോക്ടർ. ദെൻ അവൻ ആകെ വെറീഡായില്ലേ, ആകെ കൂടി ടെൻഷനായി അവന്. ദെൻ അവന് ഡോക്ടറെ കാണാനായിട്ട് തീരുമാനിച്ചു. ഹി ടോൾഡ് ദ ഡോക്ടർ അബൌട്ട് ഹിസ് ഇൽനെസ്. ഡോക്ടറോട് അസുഖത്തെക്കുറിച്ച് പറഞ്ഞു. ദി ഡോക്ടർ എക്സാമിൻഡ് ഹിം ആൻഡ് ഗാവ് ഹിം എ പ്രിസ്ക്രിപ്ഷൻ. ഡോക്ടർ അവനെ പരിശോധിക്കുകയും പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുകയും ചെയ്തു. ജെറോം went to the pharmacy and gave the prescription to the chemist. ജെറോം എന്ത് ചെയ്തു, ഫാർമസിയിലേക്ക് പോയിട്ട് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ കെമിസ്റ്റിന് കൊടുത്തു. The chemist read it and returned it saying that he could not give that medicine. കെമിസ്റ്റ് അത് വായിക്കുകയും ദെൻ അദ്ദേഹത്തിന് ആ മെഡിസിൻ തരാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ജെറോം ക്യൂരിയസ്ലി റീഡ് ദ പ്രിസ്ക്രിപ്ഷൻ ഫോർ ദി ഫസ്റ്റ് ടൈം. ജെറോം എന്താ, ക്യൂരിയസ് ആയിട്ടില്ലേ, ആകാംക്ഷയോടെ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ആദ്യമായിട്ട് വായിച്ചു. There is no medicines in it. അതിലൊരു മെഡിസിൻസും ഉണ്ടായിരുന്നില്ല. It had only some simple advice to keep our body healthy. അതിൽ ആകെ ഉണ്ടായിരുന്നത് നമ്മുടെ ശരീരം ഹെൽത്തി ആയി കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള അഡ്വൈസുകളായിരുന്നു. He felt much better after reading it and decided to follow the advices. Finally, he left the pharmacy with happily. Then അതിലുള്ള അഡ്വൈസുകളൊക്കെ ഫോളോ ചെയ്യാൻ അവൻ തീരുമാനിക്കുകയും അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അവന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യാനും തുടങ്ങി. അതുപോലെ തന്നെ എന്താ, ആ അഡ്വൈസുകളൊക്കെ അവന് ഫോളോ ചെയ്യാനും തീരുമാനിച്ചു. ഫൈനലി ഹി ലെഫ്റ്റ് ദ ഫാർമസി വിത്ത് ഹാപ്പിലി. അവസാനം അവന് ആ ഫാർമസിയിൽ നിന്ന് ഹാപ്പി ആയിട്ട് തിരിച്ചു പോയി. നെക്സ്റ്റ് ആക്ടിവിറ്റി 2, റീഡ് ദ ഫോളോയിങ് ഡയറി എൻട്രി. താഴെ തന്നിരിക്കുന്ന ഡയറി വായിക്കാനാണ് പറയുന്നത്. ദെൻ ഫസ്റ്റ് എന്താ തന്നിരിക്കുന്നത്, ഡേയും ഡേറ്റും തന്നിട്ടുണ്ടല്ലേ. മൺഡേ 18 ജൂൺ എന്ന് തന്നിട്ടുണ്ട്. ഓ വാട്ട് എ ഡേ. ഓ, ഇന്ന് എന്തൊരു ദിവസമായിരുന്നു. ട്രൂലി അൺഫോർഗറ്റബിൾ. ഒരിക്കലും മറക്കാനാകാത്ത ഒരു ദിവസമാണ് അല്ലേ. ഐ വെൻറ്റ് ടു ദ ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറി ടുഡേ ഹോപ്പിംഗ് ടു ലേൺ സംതിങ് അബൌട്ട് ഹേ ഫീവർ. ഇതെന്താ, ജെറോമിൻ്റെ ഡയറിയ തന്നിട്ടില്ലേ അല്ലേ. എന്താ, ഞാനിന്ന് ഹേ ഫീവറിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് മ്യൂസിയത്തിലേക്ക് പോയി. ഗോയിങ് ത്രൂ ദ മെഡിക്കൽ എൻസൈക്ലോപീഡിയ ഐ ഫെൽറ്റ് ഐ ഹാഡ് ഓൾമോസ്റ്റ് ഓൾ ദ ഡിസീസസ് ലിസ്റ്റഡ് ഇൻ ഇറ്റ്. മെഡിക്കൽ എൻസൈക്ലോപീഡിയ ഇങ്ങനെ കണ്ണോടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി അതിലുള്ള എല്ലാ അസുഖങ്ങളും എനിക്കുണ്ടെന്ന്. ഓൾ എക്സെപ്റ്റ് ഹൗസ്മേറ്റ്സ് നീ അല്ലാത്ത എല്ലാതും അല്ലേ. വൈ വാസ് ദാറ്റ് ഇൽനെസ് ലെഫ്റ്റ് ഔട്ട്. എന്തുകൊണ്ട് ആ അസുഖം മാത്രം എന്നെ വിട്ടുപോയത്? ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ഗുഡ് ഹെവൻസ്, കഷ്ടം എന്ന് പറയാണ് അല്ലേ. ആം ഐ എ ഹോസ്പിറ്റൽ മൈസെൽഫ്. ഞാൻ സ്വയം ഒരു ഹോസ്പിറ്റൽ തന്നെയാണോ? എനിവേ, ഗുഡ് തിങ് ഐ കൺസൾട്ടഡ് എ ഡോക്ടർ ആൻഡ് ദാറ്റ് ടു എ ക്ലോസ് ഫ്രണ്ട് ഓഫ് മീ. ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തത് ഏതായാലും നന്നായില്ലേ, അവൻ എൻ്റെ ക്ലോസ് ഫ്രണ്ടും കൂടി ആയിരുന്നു. ആഫ്റ്റർ ഹിസ് റുട്ടീൻ ഫിസിക്കൽ എക്സാമിനേഷൻ ആൻഡ് എ ഫ്യൂ ക്വസ്റ്റ്യൻസ് ഹി ഗാവ് മീ എ പ്രിസ്ക്രിപ്ഷൻ. അവൻ്റെ റുട്ടീൻ ആയിട്ടുള്ള ഫിസിക്കൽ എക്സാമിനേഷനിലെ ശാരീരിക പരിശോധനയും ക്വസ്റ്റ്യൻസും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ എനിക്കൊരു പ്രിസ്ക്രിപ്ഷനും എഴുതി തന്നു. ആൻഡ് വാട്ട് എ പ്രിസ്ക്രിപ്ഷൻ ഇറ്റ് വാസ്. അത് എന്തൊരു പ്രിസ്ക്രിപ്ഷൻ ആയിരുന്നു. ഓ, I made such a fool of myself when I took the prescription to the chemist. ആ പ്രിസ്ക്രിപ്ഷനും കൊണ്ട് കെമിസ്റ്റിൻ്റെ അടുത്തേക്ക് പോയ ഞാൻ ആകെ ഫൂളായില്ലേ, ഞാൻ ആകെ കൂടെ എന്ത് മണ്ടത്തരാ ചെയ്തേന്ന് ഇങ്ങനെ
ആലോചിക്കണം. ഹു വാസ് ക്വൈറ്റ് ഹെൽപ്ലെസ്, അവന് ഹെൽപ്ലെസ് ആയിരുന്നു. ഐ കുഡൻറ്റ് ബിലീവ് മൈ ഐസ് വെൻ ഐ റീഡ് ഇറ്റ് ഔട്ട്, പക്ഷേ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ വായിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ കണ്ണുകളെ തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നു. then ആ പ്രിസ്ക്രിപ്ഷനിൽ എന്താ തന്നിട്ടില്ലെന്ന് കൊടുത്തിരിക്കുകയാണ്. ഹാവ് എ ബാലൻസ്ഡ് ഡയറ്റ്, ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ, ടേക്ക് എ ലോങ് വാക്ക് ഡെയിലി ആൻഡ് ഗോ ടു ബെഡ് ഏർലി. അതൊക്കെയാണ് അതിൽ തന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. താങ്ക് ഗുഡ്നസ്, ദൈവത്തിന് നന്ദി. ഐ എം ക്വൈറ്റ് റിലീവ്ഡ്, എനിക്ക് ആശ്വാസമായത് അപ്പോഴാണ്. ഇൻഫാക്ട് ഐ വാസ് മേക്കിംഗ് എ ഫസ് അബൌട്ട് നത്തിങ്, എന്താ ഒന്നുമില്ലാതെ അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ലാതെ ഞാൻ വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കുമായിരുന്നു ഇത്രയും ടൈം അല്ലേ. ഫ്രം നൗ ഓൺ ഐ വിൽ സ്ട്രിക്ട്ലി ഫോളോ ദി ഡോക്ടേഴ്സ് അഡ്വൈസ്, ഇനി ഇപ്പം മുതൽ ഞാൻ കറക്റ്റായിട്ട് അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടും ആ ഡോക്ടറിൻ്റെ എല്ലാ അഡ്വൈസുകളും ഞാൻ പിന്തുടരും. വെൽ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എനഫ് ഓഫ് മൈ വെറിയിങ് ആൻഡ് ഓവർ തിങ്കിങ്, മതി എൻ്റെ ഓവർ തിങ്കിങ്ങും അതുപോലെ വെറിയും അല്ലേ, വേവലാതിയും ഓവർ തിങ്കിങ്ങും ഒക്കെ മതി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഏർലി ടു ബെഡ്, എന്താ നേരത്തെ കിടക്കാൻ പോയെന്ന് എഴുതിയതാണ്. then ഇത് ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ തന്നിട്ടുണ്ട്, നോക്കാം അല്ലേ. വാട്ട് സ്റ്റൈൽ ഓഫ് നരേഷൻ ഡു വി ഒബ്സർവ് ഇൻ ദ ഡയറി എൻട്രി എബോവ് ഫസ്റ്റ് പേഴ്സൺ ഓർ തേർഡ് പേഴ്സൺ നരേഷൻ. ഇവിടെ ഈ ഡയറിയിൽ നിങ്ങൾ എന്താ ആ ഒരു നരേഷൻ്റെ സ്റ്റൈലാണ് ചോദിക്കുന്നത് അല്ലേ. ഇവിടെ ഫസ്റ്റ് പേഴ്സൺ ആണോ അതോ തേർഡ് പേഴ്സൺ നരേഷൻ ആണോ തന്നിട്ടില്ലെന്ന് ചോദിക്കുന്നത്. സോ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നമ്മെക്കുറിച്ച് തന്നെ എഴുതുമ്പോൾ അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഐ അല്ലെങ്കിൽ മൈ എന്നൊക്കെയുള്ള വേർഡ്സ് ആയിരിക്കും. അങ്ങനെയുള്ളതാണ് വന്നിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മെക്കുറിച്ച് തന്നെ എഴുതിയിട്ടുള്ളതാണെങ്കിൽ അതാണ് നമ്മൾ ഫസ്റ്റ് പേഴ്സൺ നരേഷനായിട്ട് കൊടുക്കുക. ദെൻ തേർഡ് പേഴ്സൺ നരേഷൻ ആണെങ്കിൽ അവിടെ എന്താ അവിടെ വരുന്നത് ഷീ ഹി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും അല്ലേ. വേറെ ഒരാളെ കുറിച്ചായിരിക്കും അതിൽ പറയുന്നുണ്ടാവുക, നമ്മെക്കുറിച്ചായിരിക്കില്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ തേർഡ് പേഴ്സൺ നരേഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഏതാ വരുന്നത്, ഫസ്റ്റ് പേഴ്സണാ തേർഡ് പേഴ്സണാ വരാ? യെസ്, ഫസ്റ്റ് പേഴ്സൺ ആണ് വരിക അല്ലേ. ഐ മീ എന്നൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിലും ഡയറിയിലൊക്കെ എന്താ വരാം, ഫസ്റ്റ് പേഴ്സൺ തന്നെ വരും അല്ലേ. നമ്മൾ നമ്മെക്കുറിച്ച് തന്നെ അല്ലേ അതിൽ എഴുതുന്നുണ്ടാവുക. അപ്പോൾ അത് എന്താ വരുന്നത്, ഫസ്റ്റ് പേഴ്സൺ ആണ് അല്ലേ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈസ് ദ ലാംഗ്വേജ് ഓഫ് ദ ഡയറി എൻട്രി ഫോർമൽ ഓർ ഇൻഫോർമൽ. അതുപോലെ ഈ ഡയറിയുടെ ലാംഗ്വേജ് ഫോർമൽ ആണോ അല്ലെങ്കിൽ ഇൻഫോർമൽ ആണോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. ഏതാ വരുന്നത്, ഇൻഫോർമൽ ആണ് അല്ലേ. ലാംഗ്വേജ് നമുക്ക് അറിയാം എന്തൊക്കെയാണ്, സാധാ നോർമൽ ആയിട്ടുള്ള രീതിയിലുള്ള ലാംഗ്വേജുകളാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. വാട്ട് എ ഡേ, ഇന്ന് എന്തൊരു ദിവസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നോർമൽ അല്ലെങ്കിൽ എന്താ ഇൻഫോർമൽ രീതിയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, വാട്ട് കൈൻഡ് ഓഫ് ഇവൻറ്റ്സ് ഓർ എക്സ്പീരിയൻസസ് ഡു വി ഇൻക്ലൂഡ് ഇൻ എ ഡയറി എൻട്രി. ഒരു ഡയറിയിൽ നമ്മൾ ഏത് രീതിയിലുള്ള ഇവൻറ്റ്സ്, സംഭവങ്ങളും എക്സ്പീരിയൻസുകളും ഒക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തുക എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയായിരിക്കും, ഡെയിലി ആക്ടിവിറ്റീസ്, അതുപോലെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ അല്ലേ, ആ ദിവസം നടന്നിട്ടുള്ള എക്സ്പീരിയൻസുകൾ, തന്നെ അതുപോലെ ഫീലിങ്സ്, നമ്മുടെ ഫീലിങ്സ് എന്തൊക്കെയാണ്, അതുപോലെ തോട്ട്സ്, നമ്മുടെ ചിന്തകൾ, അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്താ ഈ ഡയറികളിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അല്ലേ. ഇനി ബി ക്വസ്റ്റ്യൻ, റീഡ് ദ ഫോളോയിങ് എക്സ്ട്രാക്ട്സ്. താഴെ തന്നിരിക്കുന്ന എക്സ്ട്രാക്റ്റുകൾ വായിക്കാനാണ്. ഫസ്റ്റ് സാമ്പിൾ എ ആ വരുന്നത്. സോഫി ഹാഡ് ബീൻ വിയറിങ് ഹെർ ഗ്രാൻഡ് മദേഴ്സ് പ്രീഷ്യസ് റിംഗ് ഫോർ വീക്സ്. ആഴ്ചകളായിട്ട് സോഫി അവളുടെ ഗ്രാൻഡ് മദറിൻ്റെ വിലയേറിയ റിംഗ് ആണ് ധരിച്ചുകൊണ്ടിരിക്കുന്നത്. വൺ ഡേ വൈൽ അറ്റ് സ്കൂൾ, ഒരു ദിവസം സ്കൂളായിരിക്കുന്ന സമയത്ത് ഷീ റിയലൈസ്ഡ് ഇറ്റ് വാസ് മിസ്സിങ്. അവൾ മനസ്സിലാക്കുകയാണ് അതെന്താ മിസ്സിങ് ആണ്, അത് കാണാനില്ല എന്നല്ലേ. പാനിക്കിങ്, അവൾ ആകെ കൂടെ പാനിക്കായില്ലേ, പരിഭ്രാന്തിയായി. ഷീ സെർച്ച്ഡ് എവരിവെയർ, അവൾ എല്ലായിടത്തും തിരഞ്ഞു. ഹെർ ഡെസ്ക്, ദ എൻറ്റയർ ക്ലാസ് റൂം ആൻഡ് എവൻ ദ പ്ലേ ഗ്രൗണ്ട്, അവരുടെ ഡെസ്കിലും ക്ലാസ് റൂമിലും അതുപോലെ പ്ലേ ഗ്രൗണ്ടിലൊക്കെ തിരഞ്ഞു. ബട്ട് കുഡിൻറ്റ് ഫൈൻഡ് ഇറ്റ്, പക്ഷെ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ജസ്റ്റ് ആസ് ഷി വാസ് ലോസിങ് ഓൾ ഹോപ്പ്, ഹെർ ക്ലാസ്മേറ്റ്സ് എമ്മ റാൻ ടു ഹെർ വിത്ത് എ സ്മൈൽ ആൻഡ് ഹാൻഡഡ് ഹെർ ദ റിംഗ്. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് അവളിങ്ങനെ നിൽക്കുന്ന സമയത്ത് അവളുടെ ക്ലാസ്മേറ്റ് എമ്മ ഓടി വന്ന് അവളോട് പുഞ്ചിരിച്ച് ആ ഒരു റിങ് അവൾക്ക് കയ്യിലേക്ക് കൊടുത്തു. സോഫി വാസ് ഓവർ ജോയ്ഡ് ആൻഡ് താങ്ക്ഡ് എമ്മ വിത്ത് ഓൾ ഹെർ ഹേർട്ട്. സോഫിക്ക് ഒരുപാട് സന്തോഷമായി. ദെൻ അവൾ എമ്മയോട് നന്ദി പറഞ്ഞു. ദെൻ ഇതാണ് ഫസ്റ്റ് തന്നിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് തന്നിരിക്കുന്ന എക്സ്ട്രാക്ട് നോക്കാം. സാമ്പിൾ ബി ആണ്. ഫസ്റ്റ് തന്നിരിക്കുന്നത് ഒരു നരേഷൻ ടൈപ്പ് ആണല്ലേ, ഒരു കുറിപ്പ് പോലെയാണ് തന്നിട്ടുള്ളത്. പക്ഷെ സെക്കൻഡ് തന്നിരിക്കുന്നത് എന്താ, ഒരു ഡയറിയാണ്. അപ്പോൾ 3rd ജൂലൈ എന്ന ഡേറ്റ് തന്നിട്ടുണ്ട്. ദെൻ ഐ വാസ് സോ സ്കെയർഡ് ടുഡേ, ഞാൻ ഇന്ന് ഒരുപാട് പേടിച്ചു. ഹൗ കുഡ് ഐ ബി സോ ഇറസ്പോൺസിബിൾ, ഞാൻ എന്താ ഇത്ര ഇറസ്പോൺസിബിൾ ആയത് അല്ലേ, ഇത്ര ഉത്തരവാദിത്തമില്ലാതായത്. ഹൗ കുഡ് ഐ ലോസ് മൈ റിംഗ്, എങ്ങനെ എനിക്ക് എൻ്റെ റിങ് കളയാനായിട്ട് കഴിഞ്ഞു. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇറ്റ് ഹാഡ് ബീൻ മൈ ഗ്രാൻഡ് മദേഴ്സ് ഫേവറേറ്റ്, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതെന്താണ്, എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള റിംഗ് ആണ്.
ഐ സെർച്ച്ഡ് എവറിവെയർ, മൈ ഡെസ്ക്, ദ എൻ്റയർ ക്ലാസ് റൂം ആൻഡ് എവൻ ദ ഗ്രൗണ്ട്. ഞാനത് എല്ലായിടത്തും തിരഞ്ഞു, ക്ലാസ് റൂമിലും ഡെസ്കിലും പ്ലേ ഗ്രൗണ്ടിലൊക്കെ അല്ലേ. ഐ ഹാവ് നെവർ സെർച്ച്ഡ് ദ എൻ്റയർ സ്കൂൾ ഇൻ ദിസ് വേ. ഈ രീതിയിൽ ഞാൻ എൻ്റെ സ്കൂള് ഇതുവരെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. താങ്ക് ഗോഡ്, ദൈവത്തിന് നന്ദി. എമ്മ കേം ബിയറിങ് മൈ റിംഗ് ലൈക്ക് ആൻ ഏഞ്ചൽ. എമ്മ ഒരു മാലാഖയെ പോലെ എൻ്റെ റിങ്ങും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. അറ്റ് ദാറ്റ് മൊമെൻറ്റ് ഷി വാസ് ട്രൂലി ആൻ ഏഞ്ചൽ ഫ്രം ഹെവൻ. ആ ഒരു മൊമെൻറ്റിൽ ശരിക്കും അവളൊരു സ്വർഗത്തിലെ മാലാഖ തന്നെ ആയിരുന്നു. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ഹെർ ആൻഡ് ഐ വിൽ നെവർ ഫോർഗെറ്റ് ഇറ്റ്. ഞാൻ എന്നും അവളോട് കടപ്പെട്ടിരിക്കും ആൻഡ് ഒരിക്കലും ഞാനിത് മറക്കുകയില്ല എന്ന് എഴുതിയിരിക്കുകയാണ് അല്ലേ. ദെൻ ഇനി ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഷെയർ യുവർ തോട്ട്സ് ബൈ ഫില്ലിംഗ് ഇൻ ദ ബ്ലാങ്ക്സ് ഇൻ ദി ടേബിൾ. ഇനി ഈ താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് അല്ലേ, അത് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. എങ്ങനെയാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്? മുകളിൽ തന്ന സാമ്പിൾ എയും സാമ്പിൾ ബിയും നോക്കിയിട്ടില്ലേ, ആ ഡയറിയും ഇതിന് മുകളിൽ തന്നിട്ടുള്ള ആ നരേഷൻ ഉണ്ടല്ലോ, ഇത് രണ്ടും നോക്കിയിട്ട് വേണം ഫില്ല് ചെയ്യാൻ. ഫസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്ത് എഴുതണം? ഫസ്റ്റ് പേഴ്സൺ ആണോ തേർഡ് പേഴ്സൺ ആണോ എന്ന് വേണം എഴുതാൻ. അപ്പോൾ സാമ്പിൾ എയിൽ എന്താണ്? തേർഡ് പേഴ്സൺ ആണ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. കാരണം എന്താ നമുക്കറിയാം അല്ലേ, അത് ഡയറി അല്ല. തന്നെ അതുപോലെ ആ സോഫിയയുടെ സംഭവത്തെക്കുറിച്ച് വേറൊരാൾ എഴുതിയിട്ടുള്ളതാണ് അല്ലേ. സോ അവിടെ ഷീ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത്. സോ അതെന്താണ്? തേർഡ് പേഴ്സൺ ആണ്. ദെൻ സാമ്പിൾ ബി എന്താ വരുന്നത്? യെസ്, അത് ഒരു ഡയറിയാണ്, ഐ ഒക്കെ വന്നിട്ടുള്ളതാണ്. സോ എന്താ? ഫസ്റ്റ് പേഴ്സൺ ആണ് അതിൽ വരാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പർപ്പസ് ആണ് അല്ലേ. പർപ്പസ് എന്ന് വെച്ചാൽ എന്താ? ഉദ്ദേശം. സാമ്പിൾ എന്റെ പർപ്പസ് എന്താണ്? സാമ്പിൾ എയിൽ നമ്മൾ ആ ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡിസ്ക്രൈബ് ആൻ ഇവന്റ് അല്ലേ. എന്തെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ടു ടെൽ എ സ്റ്റോറി, ഒരു സ്റ്റോറി പറയാം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആ നരേഷൻ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ യൂസ് ചെയ്യുന്നത് അല്ലേ. ദെൻ സാമ്പിൾ ബി എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ടു റെക്കോർഡ് പേഴ്സണൽ തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് എക്സ്പീരിയൻസസ് അല്ലേ. എന്താണ്? പേഴ്സണൽ ആയിട്ടുള്ള ചിന്തകൾ, പല ഫീലിങ്സ് എക്സ്പീരിയൻസ് ഇതൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് പേഴ്സൺ യൂസ് ചെയ്തിട്ട് ഡയറി എഴുതിയിട്ടുള്ളത് അല്ലേ. ദെൻ നെക്സ്റ്റ് വരുന്നത് സ്റ്റൈൽ അല്ലേ. എങ്ങനെയുള്ള സ്റ്റൈലാണ്? സാമ്പിൾ എയിൽ വരുന്നത് ഒരു ഡിസ്ക്രിപ്റ്റീവ് സ്റ്റൈലാണ് വരുന്നത് അല്ലേ, ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതുന്ന ആ ഒരു ടൈപ്പിൽ. ദെൻ സാമ്പിൾ ബി വരുന്നത് എങ്ങനെയാണ്? ഈ ഡയറി വരുന്നത് എങ്ങനെയാണ്? റിഫ്ലക്റ്റീവ് ആയിട്ടാണ് അല്ലേ, എല്ലാ കാര്യങ്ങളും റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ. ദെൻ സ്ട്രക്ചറാണ് ചോദിക്കുന്നത്. അപ്പോൾ സാമ്പിൾ എയിൽ എങ്ങനെയാണ് വരുന്നത്? എ ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡ് അല്ലേ. ഒരു തുടക്കമുണ്ട് കറക്റ്റ് ആയിട്ട് അല്ലേ, എവിടെ സ്റ്റാർട്ട് ചെയ്യണം, സ്റ്റോറിയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നരേഷൻ ആണെങ്കിൽ എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ട് അല്ലേ. ഫസ്റ്റ് ഒരു ബിഗിനിങ് ഉണ്ട്, ദെൻ അതിനൊരു മിഡിൽ ഉണ്ട്, ഒരു സെൻറ്റർ ഉണ്ട്, ദെൻ അതുപോലെ ഒരു അവസാനമുണ്ട്. ദെൻ സാമ്പിൾ ബി വരുന്നത് അതിലെങ്ങനെയാണ് വരാം? ബിഗിൻ വിത്ത് ഡേറ്റ് അല്ലേ. ഡയറി ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു ഡേറ്റ് യൂസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഫ്രീ ഫ്ലോയിങ് ആണ്. ബാക്കിയൊക്കെ എന്താ? നമ്മുടെ ഫീലിങ്സും ഒക്കെ നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് അങ്ങനെ എഴുതി കൊടുക്കാം, പ്രത്യേകിച്ച് സ്ട്രക്ചറൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ താഴെ തന്നിട്ടുണ്ട് സാമ്പിൾ എ ഈസ് എ നെറേറ്റീവ് ആൻഡ് സാമ്പിൾ ബി ഈസ് എ ഡയറി അല്ലേ. സാമ്പിൾ എ എന്താണ്? ഒരു നെറേറ്റീവ് ആണ്. സാമ്പിൾ ബി ഒരു ഡയറി ആണ്. നെക്സ്റ്റ്, നൗ ലെറ്റ്സ് അറ്റംപ്റ്റ് ദ ലൈക്ലി ഡയറി എൻട്രി ഓഫ് ദ കെമിസ്റ്റ് അറ്റ് ദ ഫാർമസി. ഇനി എന്താ? നമ്മൾ ജെറോമിൻ്റെ ഡയറി കണ്ടായിരുന്നു അല്ലേ. ദെൻ ഇനി നിങ്ങളോട് ആ ഫാർമസിയിൽ ഉണ്ടായിരുന്ന ആ ഒരു കെമിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഫാർമസിസ്റ്റിൻ്റെ ആ ഒരു ദിവസത്തെ ഡയറി നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഫസ്റ്റ് സെൻറ്റൻസും ലാസ്റ്റ് സെൻറ്റൻസും ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ദെൻ നമ്മൾ ഡയറി എഴുതുമ്പോൾ ഫസ്റ്റ് എന്ത് എഴുതണം? ഡേ എഴുതണം, ഡേറ്റ് എഴുതണം അല്ലേ, അതാദ്യം കൊടുക്കുക. ദെൻ എ വെരി സ്ട്രേഞ്ച് തിങ് ഹാപ്പൻഡ് ടുഡേ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. ഇന്നൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു വിചിത്രമായിട്ടുള്ള കാര്യം നടന്നു എന്ന് എഴുതാണ്. ദെൻ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതി കൊടുക്കാം അല്ലേ. എ യങ് മാൻ കെയിം ഇൻ ടു ദ ഫാർമസി ആൻഡ് ഹാൻഡഡ് മീ എ പ്രിസ്ക്രിപ്ഷൻ. ഒരു യങ് മാൻ ഇന്ന് ഫാർമസിയിലേക്ക് വന്നു, എന്നിട്ട് എൻ്റെ കയ്യിലേക്ക് ഒരു പ്രിസ്ക്രിപ്ഷൻ തന്നു. ഐ ഓപ്പൺഡ് ഇറ്റ് ആൻഡ് റീഡ് ഇറ്റ് ഫോർ ചെക്കിംഗ് ദ മെഡിസിൻസ്. ഞാനത് തുറന്നു നോക്കി, അതിങ്ങനെ വായിച്ചു നോക്കുക അല്ലെ. എന്തിനു വേണ്ടിയിട്ട്? ഏതൊക്കെ മെഡിസിൻസ് ആണ് അതിൽ എഴുതിയിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് ടു മൈ സർപ്രൈസ് നോ മെഡിസിൻസ് വർ പ്രിസ്ക്രൈബ്ഡ് ഇൻ ഇറ്റ്. പക്ഷേ എന്നെ സർപ്രൈസ് ചെയ്തുകൊണ്ട് ആ ഒരു പ്രിസ്ക്രിപ്ഷനിൽ ഒരു മെഡിസിൻസും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് സം സിമ്പിൾ അഡ്വൈസേഴ്സ് ലൈക്ക് follow a balanced diet, drink water every couple of hours, walk 10 miles every morning are in the prescription. അതിന് പകരം അതിൽ കുറച്ച് സിമ്പിളായിട്ടുള്ള അഡ്വൈസുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യണം, 2 മണിക്കൂറിന് ഇടവിട്ട് വെള്ളം കുടിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഐ റിട്ടേൺഡ് ഇറ്റ് ദാറ്റ് മാൻ സേയിങ് ഐ കുഡൻറ്റ് ഹെൽപ്പ് ദാറ്റ് കൈൻഡ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ. ഞാൻ എന്ത് ചെയ്തു? ഈ തരത്തിലുള്ള പ്രിസ്ക്രിപ്ഷൻ ഒന്നും തന്നാൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് എന്നെ അത് തിരിച്ചു കൊടുത്തു. ഹി റീഡ് ഇറ്റ് കൺഫ്യൂസ്ലി ആൻഡ് ലുക്ക്ഡ് സോ റിലാക്സ്ഡ് ആഫ്റ്റർ റീഡിങ് ഇറ്റ്.
അത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് അദ്ദേഹം അത് വായിച്ചു നോക്കുകയും ദെൻ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഭയങ്കര റിലാക്സ്ഡ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുകയും ചെയ്തു. I realized that the doctor prescribed it to stop his over anxiousness about his health. Then എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി എന്ത്, ഡോക്ടർ അങ്ങനെ ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഓവർ ആങ്ഷ്യസ്നെസ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. I had liked to know if he took the doctor's advice and became better. അദ്ദേഹം ആ ഡോക്ടറിൻ്റെ അഡ്വൈസുകളൊക്കെ സ്വീകരിച്ച് അദ്ദേഹം ബെറ്റർ ആയിട്ടുണ്ടാവുമോ എന്നൊക്കെ എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് അല്ലേ. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുമോ, എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുമോ എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തോട്ട്സ് ഇവിടെ എഴുതിയിരിക്കുകയാണ് അല്ലേ. ഇനി ആക്ടിവിറ്റി 3, ലെറ്റ്സ് റീഡ് ദ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ അഗെയിൻ. ആ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും കൂടി വായിക്കാനാണ് പറയുന്നത്. എ ബാലൻസ്ഡ് ഡയറ്റ് വിത്ത് വാട്ടർ എവറി കപ്പിൾ ഓഫ് ഹവേഴ്സ് അല്ലേ. 2 മണിക്കൂർ ഇടവിട്ട് എന്ത് ചെയ്യണം, വെള്ളം കുടിക്കണം. ദെൻ ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യണം. എ 10 മൈൽ വാക്ക് എവറി മോർണിംഗ് അല്ലേ, എല്ലാ ദിവസവും രാവിലെ 10 മൈൽ നടക്കണം. ടു ബെഡ് അറ്റ് ഷാർപ്പ് 11 o'clock എവറി നൈറ്റ് അല്ലേ, 11 മണിക്ക് ഉറങ്ങണം. ആൻഡ് ഡോണ്ട് സ്റ്റഫ് അപ്പ് യുവർ ഹെഡ് വിത്ത് തിങ്സ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ തലയിൽ കുത്തി നിറയ്ക്കരുത് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. ദെൻ ഡു യു തിങ്ക് ദിസ് പ്രിസ്ക്രിപ്ഷൻ വിൽ ബി ഹെൽപ്ഫുൾ ഫോർ ഹെൽത്തി ലിവിങ്? വൈ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ നമ്മൾ ഹെൽത്തി ആയിട്ട് ജീവിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന്? വൈ? എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ എന്ത് എഴുതാം? യെസ് എന്ന് എഴുതാം അല്ലേ. ബാലൻസ്ഡ് ഡയറ്റ് ഗിവ്സ് ആസ് ഓൾ ന്യൂട്രിയൻസ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് പ്രിവെൻറ്റ് ഇൽനെസ്. എന്താ, ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവിധ ന്യൂട്രിയൻസ് ലഭിക്കുകയും അതുപോലെ നമ്മൾ അസുഖങ്ങളിൽ നിന്ന് തടയാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ദെൻ എക്സസൈസ് മേക്സ് ബോഡി സ്ട്രോങ് ആൻഡ് സ്ട്രെസ് ഫ്രീ. അതുപോലെ നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ, ഡെയിലി വാക്കിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര നമ്മുടെ ബോഡി സ്ട്രോങ് ആവാനും അതുപോലെ സ്ട്രെസ് ഫ്രീ ആകാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ എന്താ, ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ നമ്മളെ ഹെൽത്തി ആയിട്ട് ജീവിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് അല്ലേ. ദെൻ ബി ക്വസ്റ്റ്യൻ, ദ ലിസ്റ്റ് ഓഫ് എസെൻഷ്യൽ ഹാബിറ്റ്സ് ഫോർ മെയിൻറ്റെയിനിങ് ഗുഡ് ഹെൽത്ത് ഈസ് ഗിവൺ ബിലോ. ആഡ് എ ഫ്യൂ മോർ സച്ച് എക്സ്പ്രഷൻസ് ടു ദി ലിസ്റ്റ്. നമ്മുടെ ഗുഡ് ഹെൽത്ത് അല്ലെങ്കിൽ നല്ല ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായിട്ടുള്ള കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ശീലങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. ദെൻ അതിലേക്ക് കുറച്ചും കൂടി നിങ്ങളോട് കുറച്ച് ഹാബിറ്റ്സും കൂടി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ഇവിടെ തന്നിട്ടില്ലേ? ഹാവ് എ ബാലൻസ്ഡ് ഡയറ്റ് അല്ലേ, ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഉണ്ടായിരിക്കുക. ദെൻ ഡ്രിങ്ക് എനഫ് വാട്ടർ, ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക. ദെൻ സ്ലീപ്പ് വെൽ, നന്നായി ഉറങ്ങുക. പിന്നെ വേറെ എന്തൊക്കെയാണ് എഴുതാം? സ്റ്റേ ക്ലീൻ ഓൾവേസ് എന്ന് എഴുതാം അല്ലേ, എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കാം. then അതുപോലെ റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റീസ് അല്ലേ, റെഗുലർ ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് വെച്ചാൽ എന്തെങ്കിലും എക്സസൈസ് ഡെയിലി ചെയ്യുക. പിന്നെ അതുപോലെ മാനേജ് സ്ട്രെസ് അല്ലേ, സ്ട്രെസ്സൊക്കെ നമ്മൾ മാനേജ് ചെയ്യാനായിട്ട് പഠിക്കണം. Then don't you think that while we practice healthy habits we should also avoid unhealthy practices? Why? ദെൻ എന്താണ്, ഇതുപോലെ നമ്മൾ ഹെൽത്തി ഹാബിറ്റ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് ഒക്കെ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം അല്ലേ. വൈ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അൺഹെൽത്തി പ്രാക്ടീസസ് ലീഡ് ആസ് ടു സീരിയസ് ഹെൽത്ത് പ്രോബ്ലംസ് ലൈക്ക് ഡയബറ്റിസ് ആൻഡ് ഒബിസിറ്റി. എന്താ, അൺഹെൽത്തി ആയിട്ടുള്ള ശീലങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ സീരിയസ് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതാണ് അല്ലേ. ഡയബറ്റിക്സ്, അതുപോലെ എന്താ ഒബിസിറ്റി അല്ലേ, പൊണ്ണത്തടി, അങ്ങനെയുള്ള അസുഖങ്ങളിലേക്കൊക്കെ നയിക്കുന്ന ഒന്നാണ് ഈ അൺഹെൽത്തി പ്രാക്ടീസസ് അല്ലേ. ദ നെക്സ്റ്റ്, നൗ ആഡ് എ ഫ്യൂ മോർ ടു ദ ലിസ്റ്റ് ഓഫ് അൺഹെൽത്തി പ്രാക്ടീസസ് വി ഷുഡ് അവോയ്ഡ്. ഇവിടെ താഴെ നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് അൺഹെൽത്തി പ്രാക്ടീസസ് ആണ് അല്ലേ, എന്ന് വെച്ചാൽ എന്താ, അനാരോഗ്യകരമായിട്ടുള്ള ചില ശീലങ്ങളാണ് താഴെ തന്നിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ചും കൂടി അൺഹെൽത്തി പ്രാക്ടീസസ് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഏതൊക്കെയാ തന്നിട്ടില്ലേ നോക്കാം. ടു മച്ച് ജങ്ക് ഓർ പ്രോസസ്ഡ് ഫുഡ് അല്ലേ, ഒരുപാട് എന്താ അധികമായിട്ട് ഈ ജങ്ക് ഫുഡുകൾ കഴിക്കുന്നത്. ദെൻ ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലേ, ഫിസിക്കൽ ആക്ടിവിറ്റീസ് എക്സസൈസുകൾ ഇല്ലാത്തത് അല്ലേ, ചെയ്യാത്തത്, അതൊക്കെ എന്താ അൺഹെൽത്തി പ്രാക്ടീസ് ആണ്. ദെൻ എക്സസീവ് സ്ക്രീൻ ടൈം എന്ന് വെച്ചാൽ എന്താ, അമിതമായ സ്ക്രീൻ ടൈം അല്ലേ, സ്ക്രീൻ ഉപയോഗം, ഫോണോ അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലേ. ദെൻ നെക്സ്റ്റ്, ടു മച്ച് സ്ട്രെസ് എന്ന് എഴുതാം അല്ലേ, അമിതമായിട്ടുള്ള സ്ട്രെസ്. ദെൻ സ്മോക്കിംഗ് വരും, അതുപോലെ ആൽക്കഹോൾ വരും. ദെൻ നെക്സ്റ്റ്, ഇറഗുലർ സ്ലീപ്പിംഗ് അല്ലേ, കറക്റ്റ് അല്ലാത്ത ഉറക്കം അല്ലേ, ശരിയായിട്ടുള്ള ഉറക്കം ഇല്ലെങ്കിൽ അതും ഒരു അൺഹെൽത്തി ഹാബിറ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത്, വി ഹാവ് ഡിസ്കസ്ഡ് ദ ഹെൽത്തി ഹാബിറ്റ്സ് വി നീഡ് ടു ഡെവലപ്പ് ആൻഡ് ദ അൺഹെൽത്തി പ്രാക്ടീസസ് ദാറ്റ് വി ഷുഡ് അവോയ്ഡ്. ഇപ്പം നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? നമ്മൾ ഫോളോ ചെയ്യേണ്ട ഹെൽത്തി ഹാബിറ്റ്സും അതുപോലെ നമ്മൾ ഒഴിവാക്കേണ്ട അൺഹെൽത്തി ആയിട്ടുള്ള പ്രാക്ടീസസും ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ.
Now write a paragraph on the role of habits in shaping health and well-being. ഇനി നിങ്ങളോട് ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് ടോപ്പിക്കിലാണ് ദി റോൾ ഓഫ് ഹാബിറ്റ്സ് ഇൻ ഷേപ്പിംഗ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് അല്ലേ, നമ്മുടെ ആരോഗ്യവും ക്ഷേമവും രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഹാബിറ്റുകൾക്ക് അല്ലെങ്കിൽ ശീലങ്ങൾക്കുള്ള റോള്, അവർക്കുള്ള സ്ഥാനം എന്താണെന്നുള്ള ആ ഒരു ടോപ്പിക്കിലാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്, പാരഗ്രാഫ് എഴുതേണ്ടത്. സോ നമുക്ക് എങ്ങനെ എഴുതാം? ഹെൽത്തി ഹാബിറ്റ്സ് മേക്ക് us ലിവ് ഹെൽത്തി ആൻഡ് ഹാപ്പി. ഹെൽത്തി ഹാബിറ്റ്സ് ആണെങ്കിൽ അത് നമ്മെ എന്താ ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ജീവിക്കാൻ അനുവദിക്കുന്ന ഒന്നാണ് അല്ലേ. ദെൻ ബാലൻസ്ഡ് ഡയറ്റ് ആൻഡ് റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി ഹെൽപ്പ് us മാനേജ് അവർ വെയ്റ്റ് ആൻഡ് ഹാവ് മോർ എനർജി. അതുപോലെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റും റെഗുലർ ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എക്സസൈസും ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മെ വെയിറ്റ് മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ കൂടുതൽ എനർജി കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അല്ലേ. ദെൻ ഓൾസോ ലിമിറ്റ് അൺഹെൽത്തി ഫുഡ് ആൻഡ് ഈറ്റ് ഹെൽത്തി മീൽസ് എവറി ഡേ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ ലിമിറ്റ് ചെയ്തിട്ടില്ലേ, കുറച്ചിട്ട് എന്ത് ചെയ്യണം, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം വേണം എല്ലാ ദിവസവും കഴിക്കാൻ. ഡ്രിങ്ക് എനഫ് വാട്ടർ മേക്സ് us സ്റ്റേ ഹൈഡ്രേറ്റഡ്. ഓൾസോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ലിമിറ്റ് ഷുഗറി ഡ്രിങ്ക്സ്. പിന്നെ അതുപോലെ നല്ലോണം വെള്ളം കുടിക്കുന്നത് നമ്മെ ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യും അല്ലേ. ദെൻ അതുപോലെ തന്നെ നമ്മൾ ഈ കുടിക്കുന്ന ഡ്രിങ്ക്സ് അല്ലെങ്കിൽ പാനീയങ്ങളൊക്കെ ഷുഗറി ഡ്രിങ്ക്സ് ആണെങ്കിൽ അത് എന്ത് ചെയ്യണം, നമ്മൾ ലിമിറ്റ് ചെയ്യണം അല്ലേ. മധുരം നിറഞ്ഞിട്ടുള്ള വെള്ളങ്ങളൊക്കെയാണ് കുടിക്കുന്നതെങ്കിൽ അതൊക്കെ നമ്മൾ ലിമിറ്റ് ചെയ്യുകയും വേണം. ആൻഡ് മേക്ക് ഷുവർ യു ഗോട്ട് എനഫ് സ്ലീപ്പ്. ഇറ്റ് മേക്സ് അവർ മൈൻഡ് സോ റിലാക്സ്ഡ് ആൻഡ് സ്ട്രെസ് ഫ്രീ. അതുപോലെ എന്ത് ചെയ്യണം, നമുക്ക് ആവശ്യമായിട്ടുള്ള ഉറക്കം നമുക്ക് ലഭിക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അത് നമ്മുടെ മൈൻഡ് റിലാക്സ് ആക്കുകയും നമ്മളെ സ്ട്രെസ് ഫ്രീ ആക്കാനും ഹെൽപ്പ് ചെയ്യും അല്ലേ. Then by following healthy habits and avoiding unhealthy practices, we can protect us from diseases and live happily. ഇതുപോലെയുള്ള ഹെൽത്തി ഹാബിറ്റ്സ് ഫോളോ ചെയ്യുകയും അതിൻ്റെ കൂടെ നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുകയും ഒഴിവാക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മെ അസുഖങ്ങളെ തൊട്ട് സംരക്ഷിക്കാനും അതുപോലെ ഹാപ്പി ആയിട്ട് ജീവിക്കാനും കഴിയും.